എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 18 ഇന്ന് ആരംഭിക്കുന്നു. ആയുസിന്റെ പുത്രനായ നഹുഷന്റെ വംശം പറയാൻ ആരംഭിക്കുകയാണ്. നഹുഷൻ സ്വർഗത്തിലെ ഇന്ദ്രന്റെ സ്ഥാനത്തെത്തി. അങ്ങനെ അഗസ്ത്യന്റെ ശാപം കൊണ്ട് പെരുമ്പാമ്പായി പതിക്കുകയും ചെയ്തു. നഹുഷന്റെ മൂത്ത പുത്രനായിട്ടുള്ള യതിധർമ്മം സ്വീകരിച്ച് കാട്ടിൽ പോയി സന്യാസിയായി. പിന്നീട് ദ്വിതീയ പുത്രനായ യയാതി രാജ്യഭാരം ചെയ്തു. അസുരഗുരുവായ ശുക്രാചാര്യന്റെ മകളായ ദേവയാനിയെ വിവാഹം ചെയ്തു. പിന്നീട് അസുര രാജാവായ വൃഷപർവാവിന്റെ മകളായ ശർമ്മിഷ്ഠയെയും യയാതി വിവാഹം ചെയ്യുന്നു. ദേവയാനിയിലെ രാജാവിന് യദു, തുർവസു എന്ന 2 പുത്രന്മാരുണ്ടായി. ശർമ്മിഷ്ഠയില് ദ്രുഹ്യു, അനു, പൂരു എന്നീ 3 പുത്രന്മാരുണ്ടായി. ദേവയാനിയുടെ ദാസി എന്ന പേരിൽ കഴിയണ ആ ശർമ്മിഷ്ഠയില് രാജാവിന് പുത്രനുണ്ടായത് ദേവയാനിക്ക് ഒട്ടും രസിച്ചില്ല. അങ്ങനെ ദേഷ്യം വന്ന ദേവയാനി, കുപിതയായ ദേവയാനി അച്ഛനായ ആ ശുക്രമഹർഷിയെ കൊണ്ട് ശപിപ്പിക്കുകയാണ്. അങ്ങനെ ശുക്രശാപം കൊണ്ട് യയാതി ജരാനരകൾ ബാധിച്ച് അവശനായി. യയാതി ശുക്രനെ പ്രസാദിപ്പിച്ച് പുത്രന്മാരില് ഒരാളുടെ യൗവനം മേടിച്ച് ജരാനര കൊടുത്ത് സുഖം അനുഭവിച്ചു കൊള്ളാനായിട്ട് ശാപമോക്ഷം മേടിച്ചു. അതിന് മഹാരാജാവ് ഓരോ പുത്രന്മാരെയായിട്ട് അടുത്ത് വിളിച്ച് ജരാനര ഏറ്റെടുത്ത് യൗവനം തരാൻ ആവശ്യപ്പെടുകയാണ്. യദു മുതൽ 4 പേരും അതിന്, മൂത്ത പുത്രന്മാര് 4 പേരും സമ്മതിച്ചില്ല. ഗുണവാനായിട്ടുള്ള കനിഷ്ഠപുത്രനായിട്ടുള്ള ഇളയ പുത്രനായിട്ടുള്ള പൂരു പറഞ്ഞു, പിതാവിന്റെ ഹിതം അറിഞ്ഞു ചെയ്യുന്നവനാണ് ഉത്തമപുത്രൻ, അതുകൊണ്ട് ഞാൻ സന്തോഷപൂർവ്വം ചെയ്യുന്നു. പിതാവ് പറഞ്ഞാൽ കേൾക്കാത്തവൻ പുത്രനല്ല, അതുകൊണ്ട് ജരാനര സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് അച്ഛാ എന്ന് പറഞ്ഞിട്ട് ജരാനര പൂരുവിന് കൊടുത്ത് മഹാരാജാവ് യൗവനം മേടിക്കുകയാണ്. സപ്തദ്വീപകളുടെയും ആധിപത്യം വഹിച്ച് വളരെ കാലം യയാതി രാജ്യഭാരം ചെയ്തു. 1000-ലധികം വർഷങ്ങള് വിഷയഭോഗങ്ങൾ അനുഭവിച്ചിട്ടും അദ്ദേഹത്തിന് തൃപ്തി വന്നില്ല എന്നാ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം പ്രവ്രജന്തം അനുപേതമഭേദകൃത്യം ദ്വൈവായനോ വിരഹകാതരാജുഹാവ. പുത്രേതി തന്മയതയാദരവോഭിനേദു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതേ ത്വദീയേ. യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. കൊണ്ടൽക്കാരണിവർണ്ണനെ കരളലിഞ്ഞും കൊണ്ടു ഹൃത്തിൽ സദാ കണ്ടും കൊണ്ടു ശുഭോക്ത ഭാഗവത പീയൂഷം നുകർന്നിടുവാൻ വേണ്ടും മാധുരി തൊട്ട സർവഗുണമെൻ വാണിക്കിണക്കിട്ടു ചൊൽക്കൊണ്ടിപ്പോൾ പൊതിയിൽ തെളിഞ്ഞു വിലസും തസ്മിതാ വന്ദനം രക്ഷിക്കിതാ വന്ദനം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം
വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവത നവമസ്കന്ധ അഷ്ടാദശോऽധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. യതിർയയാതി സംയാതി ആയതിർവിയതി കൃതി ഷഡിമേ നഹുഷസ്യാസൻ ഇന്ദ്രിയാണീവ ദേഹിന. ദേഹിന ജീവന് ഇന്ദ്രിയാണി ഇവ ഇന്ദ്രിയങ്ങൾ എന്ന പോലെ നഹുഷസ്യ നഹുഷന് ഇമേ ഷട്ടാസൻ ഈ 6 പേരുണ്ടായി. ശ്രീ ശിവബ്രഹ്മർഷി പറയാണ് യതി യയാതി സംയാതി ആയതി വിയതി കൃതി എന്ന 6 പുത്രന്മാര് നഹുഷന് ഉണ്ടായി. ജീവാത്മാവിന് പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാ? നേത്രാദികളായ പഞ്ചേന്ദ്രിയങ്ങള്, മനസ്സും കൂടി 6 ഇന്ദ്രിയം. അത് സ്വാധീനമായിരിക്കുന്ന പോലെ എങ്ങനെ തന്റെ കാര്യം സഫലമാകുമോ അതുപോലെ ഈ 6 പുത്രന്മാർ നിമിത്തം നഹുഷന്റെ എല്ലാ കാര്യങ്ങളും സഫലങ്ങളായിട്ട് വന്നു. രാജ്യം നൈച്ഛല്യതി പിത്ര ദത്തം തൽപരിണാമവിൽ എത്ര പ്രവിഷ്ട പുരുഷ ആത്മാനം നവബുദ്ധ്യതേ. പിത്രാദത്തം രാജ്യം, പിതാവിനാൽ ദാനം ചെയ്യപ്പെട്ട രാജ്യത്തെ, തത് പരിണാമവിത് യതി, അതിന്റെ പരിണാമത്തെ അറിയുന്ന യതി, ന ഐച്ഛൽ ഇച്ഛിച്ചില്ല. എത്ര പ്രവിഷ്ട പുരുഷ, യാതൊന്നിൽ പ്രവേശിച്ച പുരുഷൻ ആത്മാനം ആത്മാവിനെ ന അവബുദ്ധ്യത്തെ അറിയുന്നില്ല. മൂത്തപുത്രനായിട്ടുള്ള യതി രാജ്യഭാരം ഒട്ടും ആഗ്രഹിച്ചില്ല. രാജഭരണം, രാജ്യം നരകാദി ദുഃഖപ്രാപ്തിക്ക് കാരണമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം. എന്തുകൊണ്ടെന്നാൽ രാജ്യകാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പുരുഷന് പരമാത്മാവിനെ കുറിച്ച് ചിന്ത ചെയ്ത് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് നരകാദി പ്രാപ്തിക്ക് കാരണമായ പാപം ചെയ്യാനും സംഗതി നേരിടും. അതായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. പിതരി ഭ്രംശിതേ സ്ഥാനാത് ഇന്ദ്രാണ്യാദർശനാത് ദ്വിജൈഹി പ്രാപിതേ അജഗരത്വം വൈ യയാതി അഭവൻ നൃപ. ഇന്ദ്രാണ്യാദർശനാൽ, ഇന്ദ്രാണിയുടെ പേരിലുണ്ടായ ആഗ്രഹം ഹേതുവായിട്ട്, പിതരി പിതാവ്, ദ്വിജൈഹി ബ്രാഹ്മണരാൽ, സ്ഥാനാൽ ഭ്രംശിതേ സ്ഥാനത്ത് നിന്ന് ഭ്രംശിക്കപ്പെട്ടും, അജഗരത്വം പ്രാപിതേ അജഗരാവസ്ഥയെ പ്രാപിക്കപ്പെട്ടും ഇരുന്നപ്പോൾ യയാതി നൃപ അഭവത്, യയാതി രാജാവായി ഭവിച്ചു. ഇന്ദ്രാണിയിലുണ്ടായ ആഗ്രഹം നിമിത്തം പിതാവായ നഹുഷനെ അഗസ്ത്യാദികളായ ബ്രാഹ്മണർ ശപിച്ചു. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് സ്ഥാനഭ്രംശം വന്ന് മാലമ്പാമ്പായിട്ട് കിടക്കേണ്ടി വന്നു. അപ്പോ 2ാമത്തെ പുത്രനായിട്ടുള്ള യയാതി രാജാവായിട്ട് ഭവിച്ചു. വൃത്രാസുരന്റെ വധം നിമിത്തം ഇന്ദ്രന് ബ്രഹ്മഹത്യ പാപം ബാധിച്ചു. അപ്പോ ഇന്ദ്രൻ മാനസ സരസിലെ താമരയുടെ ഉള്ളില് ഒളിച്ചിരിക്കുക ചെയ്യണത്. അപ്പോ നഹുഷൻ തപോയോഗാദി പ്രഭാവം കൊണ്ട് ആ സ്വർഗത്തിലെ, ഇന്ദ്രനില്ലല്ലോ സ്വർഗത്തിലെ, അപ്പൊ ആ സ്വർഗത്തിലെ നഹുഷനാണ് പിന്നെ ഭരിച്ചത്. അങ്ങനെ അവിടെ ഇന്ദ്രനായിട്ടും സുഖമായിട്ട് വസിച്ചുകൊണ്ടിരിക്കുമ്പോ അഹങ്കാരം വന്നു. അതല്ലേ, എത്ര യോഗ്യന്മാരാണെങ്കിൽ അഹങ്കാരം വന്നാൽ കഴിഞ്ഞു. അങ്ങനെ അഹങ്കാരം നിമിത്തം തന്നെത്താൻ മറന്ന് ഇന്ദ്രാണിയോട്, ഇപ്പൊ ഞാനല്ലേ ഇന്ദ്രൻ, ഇന്ദ്രാണിയോട് തന്റെ സമയത്ത് എന്റെ അടുത്തേക്ക് വരാൻ ഇന്ദ്രാണിയോട് ആജ്ഞാപിക്കുകയാണ്. അപ്പൊ ഇന്ദ്രാണിക്ക് അത് ഒട്ടും പിടിച്ചില്ല. ഇന്ദ്രാണി അവരുടെ ഗുരുവായിട്ടുള്ള ബൃഹസ്പതിയെ അറിയിച്ചു. ബ്രാഹ്മണരെ കൊണ്ട് തണ്ടെടുപ്പിച്ചതിൽ ഇരുന്ന് വന്നാൽ ഞാൻ സമീപത്തുള്ളതെന്ന് പറയാൻ പറഞ്ഞു. ഇന്ദ്രനോട് അങ്ങനെ പറയാൻ പറഞ്ഞു. അങ്ങനെയുള്ള ആ രഥത്തില് സിംഹാസനത്തില് ഇരുന്നിട്ട് അങ്ങനെ ബ്രാഹ്മണരെ കൊണ്ട് എടുപ്പിക്കണം മഞ്ചല്. അങ്ങനെയാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. നഹുഷനങ്ങടെ ആജ്ഞാപിച്ചു സപ്തർഷികളോട്. അപ്പൊ ഇന്ദ്രനായിട്ട് ഇരിക്കണത് ഇവിടെ സപ്തർഷികളല്ല, നഹുഷനല്ലേ. അപ്പൊ സപ്തർഷികളെ കൊണ്ട് അവരത് പറഞ്ഞത് കേട്ടു. തണ്ടെടുപ്പിച്ച് അതിലിരുന്ന് പോകുമ്പോ അതും പോരാ, വേഗം പോരാന്ന് പറഞ്ഞിട്ട് അഗസ്ത്യമുനിയെ വേഗം നടക്കുന്നില്ല, സംസ്കൃതത്തില് സർപ്പ എന്ന് പറഞ്ഞ് കാലുകൊണ്ട് അങ്ങോട്ട് ചവിട്ടിന്ന് പറഞ്ഞ അഹങ്കാരം അല്ലെ. അത് പറഞ്ഞപ്പോ സർപ്പമായി ഇത് എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, സർപ്പമായിട്ട് എന്നെ ഭവിക്കട്ടെ നീ എന്ന് പറഞ്ഞ് ശപിക്കണം. അങ്ങനെയാണ് നഹുഷന് ശാപം കിട്ടിയത് പെരുമ്പാമ്പാണ്. ചതുർഷ്വാദിശൽ ദിക്ഷു ഭ്രാതൃൻ ഭ്രാതായ വീയസ കൃതതാരോ ജുഗോർവീം കാവ്യസ്യ വൃഷപർവണ. ജ്യേഷ്ഠഭ്രാതാവായ യയാതി യവീയസ ഭ്രാതൃൻ കനിഷ്ഠന്മാരായ ഭ്രാതാക്കളെ ചതുർഷു ദിക്ഷു 4 ദിക്കുകളിൽ ആദിശൽ ആജ്ഞാപിച്ചു. കാവ്യസ്യ ശുക്രന്റെയും വൃഷപർവാവിന്റെയും കന്യകകളാൽ കൃതധാര ദാരസ്വീകാരം ചെയ്തവനായിട്ട് ഉർവീം ഭൂമിയെ ജുഗോവ
രക്ഷിച്ചു. അപ്പൊ ജ്യേഷ്ഠഭ്രാതാവായിട്ടുള്ള യയാതി അനുജന്മാരായ ആ സഹോദരന്മാരെ 4 ദിക്കുകളില് പരിപാലനത്തില് ഏർപ്പെടുത്തി. ശുക്രമഹർഷിയുടെയും ഋഷഭർവായുവിന്റെയും കന്യകമാരെ കല്യാണം കഴിച്ച യയാതി സർവഭൂമി അധിപനായി ഭരണം നടത്തി. പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുകയാണ്, ബ്രഹ്മർഷിർ ഭഗവാൻ കാവ്യ ക്ഷത്രബന്ധുശ്ച നാഹുഷ രാജന്യ വിപ്രയോ കസ്മാത് വിവാഹ പ്രതിലോമക. ഭഗവാൻ കാവ്യ ഭഗവാനായ ശുക്രൻ, ബ്രഹ്മർഷി ബ്രാഹ്മണശ്രേഷ്ഠനായ ഋഷി, നാഹുഷ നാഹുഷപുത്രൻ, ക്ഷത്രബന്ധു ക്ഷത്രിയ ശ്രേഷ്ഠൻ, രാജന്യ വിപ്രയോ ക്ഷത്രിയ ബ്രാഹ്മണർക്കു തമ്മിൽ പ്രതിലോമക വിവാഹ പ്രതിലോമകമായ വിവാഹം കസ്മാത് എന്തു കാരണത്താലുണ്ടായി. രാജാവ് ചോദിക്കണേ, മഹാജ്ഞാനിയായ ശുക്രൻ ബ്രാഹ്മണോത്തമനായ ഋഷിയും നഹുഷപുത്രനായ യയാതി ക്ഷത്രിയ ശ്രേഷ്ഠനുമായിരിക്കെ ബ്രാഹ്മണ കന്യകയെ ക്ഷത്രിയ വിവാഹം ചെയ്യുക എന്നുള്ളത് നിഷിദ്ധല്ലേ? പ്രതിലോമകമായ വിവാഹം എങ്ങനെ സംഭവിച്ചത്? ക്ഷത്രിയ കന്യകയെ ബ്രാഹ്മണന് പക്ഷെ സ്വീകരിക്കാം, ബ്രാഹ്മണ കന്യകയെ ക്ഷത്രിയൻ സ്വീകരിക്കുന്നത് കഷ്ടല്ലേ? അത് പതിവില്ലല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് ചോദിക്കണം. അപ്പൊ അതിനുള്ള മറുപടി പറയുന്നു ശ്രീകൃഷ്ണ ബ്രഹ്മർഷി. അത് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.